നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പുതിയ വിഷയത്തെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ചർച്ചയാകപ്പെടുന്ന ഒരു വിഷയം. സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നുവെന്നും വളരെയധികം പുരോഗമിച്ചുവെന്നും അവകാശപ്പെടുമ്പോൾ സ്ത്രീധന പീഡനങ്ങളും കൊലപാതകങ്ങളും മരണവും ഒക്കെ സ്ത്രീയുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് ആക്കി തീർക്കുകയാണ്. ഈ രണ്ടാഴ്ചക്കിടയിൽ 2 മരണങ്ങളാണ് 2 പെൺകുട്ടികൾ. ഒന്ന് കൊലപാതകമാണെന്ന സംശയം നിലനിൽക്കുമ്പോഴും ഒരെണ്ണം ആത്മഹത്യയാണെന്നും പറയപ്പെടുന്നു. എന്നാൽ 2 പെൺകുട്ടികൾ ഭർത്താവിനെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കുടുംബജീവിതം നിലനിർത്താൻ വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ച് സ്വന്തം ജീവിതം തടസ്സപ്പെടുത്തേണ്ടതുണ്ടോ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മുടെ ഒപ്പം പങ്കെടുക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിയെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഒരു സൈക്കോളജി ബിരുദധാരി കൂടിയാണ്, ഒരു അധ്യാപികയാണ്, ഓൺട്രപ്രണറാണ്. അങ്ങനെ നിരവധി മേഖലകളിൽ സജീവ സാന്നിധ്യമായ ഒരാളാണ്. സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ശ്രീലക്ഷ്മിയുടെ ചോദിക്കുന്നത്, ജീവൻ കളഞ്ഞിട്ട് ജീവിതം നിലനിർത്തണം, നമ്മുടെ പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അതിൽ ചേച്ചി പറഞ്ഞതിലൊരു ചെറിയ കാര്യമുള്ളതെന്ന് വെച്ചാല്, 2 അല്ല, ഇന്നലെ മുന്നത്തെ ദിവസം ശനിയാഴ്ചയിൽ മറ്റൊരു ആത്മഹത്യയും കൂടെ നടന്നിട്ടുണ്ട്. ഒരു കുട്ടിയെ ശരീരത്തിൽ ബെൽറ്റ് വെച്ച് കെട്ടിയിട്ട് പുഴയെ ചാടിയ ഒരു അമ്മയുടെ വാർത്തയും വന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതും ഇതുപോലെ തന്നെ ആത്മഹത്യയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാസത്തിനിടയിൽ നമ്മൾ കുറെ അധികം നമ്മൾ എല്ലാവരെയും കരയിച്ച മറ്റൊന്നാണ്, 2 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോയ ഒരു അമ്മയുടെ കഥയും നമ്മൾ മറന്നിട്ടില്ല. അതിന്റെ കണ്ണീര് ഏറ്റുമാനൂർ, അതിന്റെ കണ്ണീര് ഇതുവരെ തോന്നിട്ടില്ല. അപ്പൊ ഇതിൽ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ് ഫാമിലി ലൈഫ് എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ്. നമ്മളിപ്പം ആ ട്രാക്കിൽ പെട്ട് മരിച്ചുപോയ അമ്മയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ കേട്ടുവരുന്ന കഥകളിൽ ചിലതെങ്കിലും അങ്ങനെയാണ്. കാരണം 19 വയസ്സിലാണ് ഇന്നലെ മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് കരുതപ്പെടുന്ന അതുല്യയുടെ കല്യാണം നടക്കുന്നത് 19ാമത്തെ വയസ്സിൽ. 19ാമത്തെ വയസ്സിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, +2 കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറിലേക്ക് പോകുന്ന സമയമോ ആയിരിക്കാം. ആ സമയത്ത് ആ കുട്ടി വിവാഹമാണ്. അപ്പൊ അതിന് ഒരു പണ്ട് കാലങ്ങളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10ാം ക്ലാസ് എന്ന് പറഞ്ഞിരുന്നത്. ഇന്നത്തെ കാലത്ത് പ്രാഥമിക വിദ്യാഭ്യാസം വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം ഒരു പെൺകുട്ടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം അതാണ് അവളെ കൂടുതൽ കോൺഫിഡന്റ് ആക്കുന്നത് എന്നുള്ളതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. അപ്പൊ ഈ കുട്ടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അതിന് ഒരു അറിവ് വരാനുള്ള ഒരു പ്രായമോ പക്വതയോ ആകാത്ത സമയത്തുള്ള ഒരു കല്യാണം. ആ സമയത്ത് കൗമാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുമുണ്ട്, മറ്റേ യൗവനത്തിലേക്ക് കയറിയിട്ടുമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കാണുന്നതെല്ലാം ഒരു വെർച്വൽ വേൾഡാണ്. മുന്നിൽ വന്ന് സംസാരിക്കുന്നവരൊക്കെ തേനൊലിക്കുന്ന ഭാഷകൾ സംഭവം ജീവിതം എന്നത്. ഞാനാണെങ്കിലും ഈ പറയുന്ന ചേച്ചിയാണെങ്കിലും നമ്മൾ ആ ഏജിൽ അത്രയും നമുക്ക് അറിവും ബോധവും വിവരവും ഉള്ളൂ. പക്ഷെ അത് കാണേണ്ടത് ആ കുട്ടിയുടെ പാരന്റ്സ് തന്നെയായിരുന്നു. അവരിന്ന് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞു പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല. ആ കുട്ടിയെ പിടിച്ചു കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് കൃത്യമായി ഇപ്പൊ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല, പെണ്ണ് കാണാൻ വന്നോട്ടെ എന്ന് പലവട്ടം ചോദിച്ചിട്ടാണ് കാണാൻ സമ്മതം കൊടുത്തതെന്ന് പറയുന്നത്. എനിക്ക് താല്പര്യമില്ല എങ്കിൽ എന്റെ വീട്ടിലേക്ക് ആരെന്ത് വെച്ചാലും ഞാൻ കയറ്റില്ല. പെണ്ണ് കാണാൻ വന്നോട്ടെ, കുട്ടിയെ ഒന്ന് കണ്ടു വന്നു പോയിക്കോട്ടെ. കുട്ടി എന്താ കാണാണ്ടിരിക്കാൻ വല്ലത്തിനും അനുഗ്രഹ ജീവിയോ എല്ലാവരും വന്ന് കാണുന്നു പറയാൻ വേണ്ടി അല്ലല്ലോ. എന്റെ മകളെ കാണണ്ട തന്നെ, എന്റെ അച്ഛന്റെ തീരുമാന മകളെ കാണണ്ട, എന്റെ മകളെ ഞാനിപ്പോ കല്യാണം കഴിപ്പിക്കുന്നില്ല. അതുപോലെ വിസ്മയുടെ കേസും അത് തന്നെ. ആ കുട്ടി ഡിഗ്രി കഴിഞ്ഞ് അവൾ എവിടെയെങ്കിലും ഒന്ന് 2 വർഷം പ്രാക്ടീസ് ചെയ്ത് അവൾ അവളുടെ സ്വന്തം കാലിൽ നിന്നിട്ട് മതിയായിരുന്നല്ലോ വിസ്മയുടെ കല്യാണവും. വിസ്മയ കോളേജിൽ പഠിക്കുകയും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്തായിരുന്നല്ലോ വിസ്മയുടെയും കല്യാണം. എന്നിട്ട് അത് എവിടെ ചെന്ന് നിന്നു? ഈ നമ്മളൊരു രീതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വിഭജികയെ ഒന്ന് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം മിക്കവാറും പിള്ളേരെല്ലാം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം, അതായത് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം മാത്രം കഴിഞ്ഞു പോയ കുട്ടികളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വിവാഹപ്രായം ഉയർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായ സമയം, വിവാഹപ്രായം ഉയർത്തേണ്ട ഒരു സാഹചര്യം അത്തരത്തിലൊരു ചർച്ച വന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ വിവാഹപ്രായം 21, സ്ത്രീയുടെ വിവാഹപ്രായം 21 എന്ന് മാറ്റപ്പെടേണ്ടതല്ലേ? അതെ, മാറ്റപ്പെടണം. അങ്ങനെ 21 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിയമം അനുശാസിക്കുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ കാണുകയല്ല നമ്മളിത്
ചെയ്യേണ്ടത്. ഇപ്പൊ ഗവൺമെന്റ് പറയണു 21 വയസ്സിൽ കെട്ടിക്കോ എന്ന് പറയുന്നു. ഈ 21 വയസ്സിൽ പെൺകുട്ടികൾ കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ 21 വയസ്സിലും ഈ പണ്ടത്തെ പോലെയല്ല കെട്ടണം പട്ടിണിയും ദാരിദ്ര്യവും നിർബന്ധമില്ല. കഷ്ടപ്പാടും പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും അറിഞ്ഞ് ജീവിക്കുന്ന മക്കളൊന്നും അല്ല ഇന്നത്തേത്. ഇന്നിപ്പോ ചേച്ചിക്കൊക്കെ അറിയായിരിക്കും, നമ്മളെയൊക്കെ കാലത്ത് ഞായറാഴ്ചകളിലാണ് ചിക്കൻ കറി വെക്കുന്നത്. അതായത് അത്യാവശ്യം ഉള്ള വീടുകളിൽ, അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള വീടുകളിൽ ഞാനാണ് ചിക്കൻ വെക്കുന്നത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാനോ, ഇന്ന് ചിക്കൻ ഇല്ലാത്ത ദിവസം ഏതാണ് എന്നൊരു വീട്ടിൽ നമ്മൾ തിരയേണ്ടി വരും. അപ്പോ ഭക്ഷണം ഉണ്ടെങ്കിൽ, ഇത് ഞാൻ പറയുന്നത് ഒരു വ്യത്യാസമാണ്. ഒരു ഭക്ഷണ കാര്യമാണെങ്കിൽ പോലും കുട്ടികൾ അത്രത്തോളം എന്തും ഏതും നിന്ന നിൽപ്പിൽ പാരന്റ്സ് സാധിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അവിടെ 21 വയസ്സിൽ പക്വത ഉള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ സ്കൂൾ തലം മുതൽ സംസാരിക്കേണ്ടത് കുട്ടികളെ, എന്റെ അഭിപ്രായത്തിൽ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ലോകത്ത് സ്ത്രീയായി ജനിച്ചു. ഈ ലോകത്ത് നമുക്ക് നല്ലൊരു ജീവിതമാണ് സ്ത്രീ എന്നുള്ള ലേബലിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ വർണ്ണശബളമായ ഒരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത്. അത് നല്ല പഠിച്ച്, അത് ഇന്ന ജോലി എന്നുള്ള ഒരു കൺസെപ്റ്റേ ഞാൻ പറയുന്നില്ല. നമുക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്ന, അതിപ്പം ചേച്ചി പഠിച്ചു ജേർണലിസം പഠിച്ചു, ഏത് ജോലിയാണെങ്കിലും സാമ്പത്തിക ഭദ്രത പൂർണ്ണമായി എനിക്ക് കൈവന്ന ശേഷമേ ഞാൻ കല്യാണം കഴിക്കൂ ഒരു ഡിസിഷനിലേക്ക്, എന്റെ ചുറ്റിലും ആര് വന്നാലും ഞാൻ സാമ്പത്തികമായി ഭദ്രത നേടിയ സമയത്ത് മാത്രമേ കല്യാണം കഴിക്കൂ എന്നുള്ള ഒരു തോട്ട് കുഞ്ഞു പ്രായം മുതലേ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോഷ്യൽ കണ്ടീഷനിങ് ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്. സമൂഹത്തിന്റെ ഇടപെടൽ വലിയ രീതിയിൽ ദോഷം ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോ ഞാനും 3 പെൺകുട്ടികളുള്ള ഒരു വീട്ടിലായിരുന്നു. എന്റെ വീട്ടിലാണ് ആർക്കും പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾ 3 പേരും ഒരു പ്രൊഫഷണൽ ഡിഗ്രിക്ക് ശേഷമാണ് ഞങ്ങളുടെ വീട്ടുകാരെ ഞങ്ങളെ വിവാഹം കഴിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതുവരെ എത്താനുള്ള സമയം എന്റെ അച്ഛന്റെ അമ്മയുടെ വിൽ പവർ കൊണ്ട് അവിടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. കാരണം നാട്ടുകാർ വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന, ഈ പെൺകുട്ടികളെ എന്തിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് പഠിപ്പിക്കേണ്ടത്, മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ട പെൺകുട്ടികളല്ലേ, ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം, ഇങ്ങനെ പല രീതിയിൽ ഈ സാമൂഹ്യപരമായ ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പലപ്പോഴും അന്ന് 10-20 വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഇന്നും ആ ഇടപെടൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു വിവാഹമോചിതയായി സ്ത്രീ വീട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കുട്ടി വിവാഹമോചിതയായി വീട്ടിലേക്ക് വരുമ്പോൾ നാട്ടുകാർ ചോദിക്കും എന്നുള്ളത് കൊണ്ടും സോഷ്യൽ സ്റ്റാറ്റസും സിമ്പലും ഒക്കെ നോക്കിക്കൊണ്ട് പലരും ഇത് മറച്ചു വെക്കുകയും അടി കൊണ്ട് തുടരാൻ മക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയത്തിലും ഇപ്പോ 10,000 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ പെൺകുട്ടി ഭർത്താവിന്റെ അടുത്ത് ഇത്രയും അടി കൊണ്ട് 13 വർഷമായി തുടരുന്നതെന്നാണ് പറയുന്നത്. മകളെ പഠിപ്പിക്കാനുള്ള 10,000 രൂപ. ഇന്ന് എന്തൊരു പണി ചെയ്താലും, ഒന്നുമില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞാലോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്ത് വെച്ച് സോഷ്യൽ മീഡിയ വഴി വിപണനം ചെയ്താലോ പോലും, ഇനി ഒരു തുണിക്കടയിൽ പോയി നിന്നാൽ പോലും ഇപ്പൊ എനിക്ക് തോന്നുന്നു 20,000 രൂപയ്ക്ക് അധികം ശമ്പളം ഒരു തുണിക്കടയിൽ നിൽക്കുന്ന കുട്ടിക്ക് പോലും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീകളെ സ്വയം പര്യാപ്തരായി നിൽക്കാൻ ഇവർ പ്രേരിപ്പിക്കുകയും മാതാപിതാക്കൾ കൂടെ നിൽക്കുകയും ചെയ്യാം? ചേച്ചി, എനിക്ക് അതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരു കുടുംബത്തിൽ കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യണമെന്നും അവർക്ക് വരുമാനം ഉണ്ടാകണമെന്നുമുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഘോരഘോരം പ്രസംഗിക്കുന്നതല്ലാതെ, പിന്നെ ഒരു ഡയലോഗാണ് ഹൂ ക്യാൻ ഡിസൈൻ അവർ ലൈഫ് എന്ന് പ്രധാനപ്പെട്ട എല്ലാ സ്ത്രീ സംരംഭകരും കൂടുന്ന മേളകളിലും ഫാഷൻ ഷോകളിലും ഒക്കെ മുഴങ്ങി കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ആരോടാണോ ചോദിക്കുന്നത്, അവർ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഐ ക്യാൻ എന്നാണ് പറയുന്നത്. ഹൂ ക്യാൻ എന്ന് ഐ ക്യാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഐ ക്യാൻ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. തീർച്ചയായും ഒരു ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ ഒന്ന് ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ചോദ്യമായിട്ടാണ് അത് മാറിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി, ഇപ്പൊ ചേച്ചിക്കും പറയാൻ പറ്റുമ്പോഴാണ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ലൈഫ്, എന്റെ ലൈഫ് ഞാൻ എന്റെ ലൈഫ് കൊണ്ടുപോകുന്നു. ഒരു സ്ത്രീ അവളുടെ വിവാഹം വരെയുള്ള കാര്യങ്ങൾ, വിവാഹം കഴിക്കണമെന്ന് തോന്നുമ്പോൾ സ്വയം വിവാഹത്തിനുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യേണ്ടതല്ലേ? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിരുന്നു, എന്റെ കല്യാണം നടത്താൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടാവുന്ന സമയത്ത് മതി കല്യാണം എന്നൊരു തീരുമാനം ഞാൻ എടുത്തിരുന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു പ്രസക്തി. അതുപോലെ തന്നെ കല്യാണം വളരെ ആഡംബരപൂർവമായി നടത്തണം എന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. അതൊക്കെ കല്യാണ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ കൊറോണ ചതിച്ചു എന്നുള്ളത് മാത്രമാണ് അതിലൊരു കാര്യം. അത് നാട്ടുകാരുടെ മുന്നിൽ മാത്രമേ എനിക്ക് കൊറോണ ചതിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. കൊറോണ ആ സമയത്ത് എന്റെ രക്ഷകനായിരുന്നു. ഒരുപാട് പൈസ എനിക്ക് ആ സമയത്ത് കൊറോണ കാരണം സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്.
പക്ഷെ അങ്ങനെയും കല്യാണങ്ങൾ നടത്താം എന്നുള്ളത് സമൂഹത്തെ പഠിപ്പിക്കുകയും കൂടി ചെയ്ത ഒരു സമയവും കൂടിയാണത്. കാരണം 4 ആള് കൂടിയാൽ മാത്രമേ വിവാഹങ്ങൾ നടത്താൻ പറ്റൂ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇന്ന് ഒരു പഴയ ക്രൗഡ് ഇപ്പൊ ഇല്ല. ഈ വലിയ കാശുകാരുടെ ഇടയിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിന്റെ ഒരു റൂഫ് എടുത്തിട്ട് അവിടെ ഭക്ഷണം ഇട്ട് അങ്ങനെ ഒരു ചെറിയ ആളുകളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കല്യാണം നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ കല്യാണം സ്വയം നടത്തി എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ കല്യാണം നടത്താൻ എന്തോരം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഇന്നത്തെ കാലത്ത് എത്ര പെൺകുട്ടികൾക്ക് അറിയാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. കാരണം ഇപ്പൊ ചേച്ചിയുടെയൊക്കെ കല്യാണ സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തിരുവനന്തപുരത്താണെങ്കിൽ ഇവിടുത്തെ രീതിയല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ എറണാകുളം സെറ്റിൽഡ് ആണ്, പക്ഷെ തിരുവനന്തപുരത്തെ രീതിയാണ് എനിക്ക് കൂടുതൽ അറിയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ വൈകുന്നേരം റിസപ്ഷൻ ഉണ്ട്. ആ റിസപ്ഷനിൽ ആൾക്കാരൊക്കെ വരും, നിറയെ ഫുഡൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വിപുലമായ ഒരു ഫംഗ്ഷൻ ആണ് ഉണ്ടാവുക നാട്ടില് തിരുവനന്തപുരത്ത്. ഇപ്പൊ കോട്ടയം സൈഡിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ പെണ്ണിന്റെ വീട്ടിലുണ്ടായത്. അപ്പൊ പെണ്ണിന് കൊടുക്കാനുള്ള സമ്മാനങ്ങളൊക്കെ ഏറെക്കുറെ കിട്ടുന്നത് ആ ദിവസം തലേ ദിവസമാണ്. കാരണം പിറ്റേ ദിവസം കിട്ടുന്നതെല്ലാം ചെറുക്കന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു ധാരണയൊക്കെ ഉള്ളത് കൊണ്ട് പെണ്ണിന്റെ വീട്ടിലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ. അപ്പോ പക്ഷെ ഇന്ന് ആ ഒരു റിസപ്ഷൻ, വൈകുന്നേരത്തെ റിസപ്ഷനും പിറ്റേ ദിവസത്തെ കല്യാണവും മാത്രം അടങ്ങുന്നതല്ല ഒരു കല്യാണത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് പോലും പേരുകൾ അറിയാത്ത മെഹന്തി എന്നും സംഗീതം ഹൽദി എന്തൊക്കെയോ നമുക്ക് അറിയില്ല, ബ്രൈഡ് ടു ബി, അങ്ങനെ നമുക്കേ അറിയാത്ത കുറെ വാക്കുകൾ വെച്ച് കല്യാണങ്ങൾ നടക്കുകയാണ്. ഇപ്പൊ ഈ വക കല്യാണങ്ങൾ അടിപൊളിയാണ്, ശരിയാണ്, പങ്കെടുക്കുന്നവർക്ക് നല്ലതാണ്. കാരണം ഈ പറഞ്ഞ ഹൽദിക്കും മെഹന്തിക്കും ഒന്നും കൊടുക്കണ്ടല്ലോ, നല്ല ഭക്ഷണവും കിട്ടും, പോകുന്നവന് നല്ല സുഭിക്ഷമാണ്, നമുക്ക് നല്ല ഭക്ഷണവും കിട്ടും. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നടത്താൻ താല്പര്യമില്ലെങ്കിലും അതിനൊക്കെ പോകാൻ വലിയ താല്പര്യം. പൈസയൊന്നും കൊടുക്കാൻ വേണ്ട, നല്ലോണം നിൽക്കുകയും ചെയ്യാമല്ലോ അതുകൊണ്ട്. അപ്പോ ആ കുട്ടികൾ മനസ്സിലാക്കണില്ല. ഞാൻ ഇന്നത്തെ ഈ ഹൽദി ഫംഗ്ഷന് ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ്സ് ആണ് അതൊക്കെ നടത്തുന്നത്. ഒരു ഫംഗ്ഷൻ കവർ ചെയ്യുന്ന ക്യാമറമാൻ പോലും എത്ര രൂപയാ വാങ്ങുന്നതെന്നുള്ളതാണ്. കാരണം അവരുടെ വർക്കിന്റെ പൈസയാണ് അവർ വാങ്ങിക്കുന്നത്. അതൊരു തെറ്റെന്നല്ല, അവരുടെ പൈസ തെറ്റെന്നല്ല, കൂടുതലെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം അതവരുടെ ജോലിയാണ്. അപ്പൊ പണ്ട് കാലങ്ങളിൽ കല്യാണത്തിന് മാത്രം ഉണ്ടായിരുന്ന വീഡിയോഗ്രാഫർ മാറി ഇന്ന് ഒരാഴ്ച മുന്നേ വീഡിയോഗ്രാഫർ ഈ വീട്ടിൽ ഒരു അന്തേവാസിയെ പോലെ, അല്ലെങ്കിൽ ഒരു മെമ്പർ, അന്തേവാസി ഞാൻ പറഞ്ഞ ചേച്ചി അതും കട്ട് ചെയ്ത് കളയണ്ട, ഇനി അവന്മാര് ലഹളയ്ക്ക് വരും. ഞാൻ പറഞ്ഞത് ഒരു മെമ്പറെ പോലെ ഇവരെല്ലാവരും മറ്റേ മേക്കപ്പ് ആർട്ടിസ്റ്റും ഈ ക്യാമറമാനും എല്ലാം ആ വീട്ടിൽ ഒരാഴ്ചയോളം ഫാമിലി മെമ്പേഴ്സിനെ പോലെ തുടരേണ്ട അവസ്ഥയാണ്. അതിന് മാത്രമുള്ള ചടങ്ങുകളാണ് ഉള്ളതെന്നാണ്. അപ്പോ വിവാഹം എന്ന് പറയുന്നത് കുറെ അധികം പെൺകുട്ടികളെയെങ്കിലും അട്രാക്ട് ചെയ്യുന്നത് എന്റെ കല്യാണത്തിന് ഇതെല്ലാം നടത്താമല്ലോ എന്നുള്ള ഒരു അട്രാക്ഷനാണ്. അതിനുശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഇവര് ചിന്തിക്കണില്ല. അതെ, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 2, 3, 5 മാസക്കാലമുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് അവനോ തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം അത് വെച്ച് നിർത്താനുള്ള അതുല്യയുടെ കല്യാണം, അതുല്യയുടെ ആ വിഷയത്തിലേക്ക് വരാനാണ് ഞാനിത് വന്നത്. ഈ അതുല്യയുടെ അച്ഛൻ ഇന്നലെ ഒരു ബൈറ്റ് കൊടുക്കുന്നത് ന്യൂസ് ചാനലിൽ ഞാൻ കണ്ടതാണ്. വളരെ സങ്കടത്തോടെ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ മകള് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ പോയിന്റ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എൻഗേജ്മെന്റ് കഴിഞ്ഞ് 2 വർഷത്തോളം കഴിഞ്ഞായിരുന്നു കല്യാണം എന്നാണ്. ആ 2 വർഷക്കാലം ഈ കുട്ടി ശാസ്താംകോട്ട കോളേജിലോ മറ്റോ പഠിക്കുകയായിരുന്നു. ഈ കുട്ടിക്ക് യാതൊരു ഫ്രീഡവും അന്ന് മുതലേ ഇയാൾ കൊടുത്തിരുന്നില്ല. ആ കുട്ടി ഫ്രണ്ട്സിന്റെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ള ലൈഫാണ്. അത് ഇന്നത്തെ കോളേജ് ലൈഫ് അല്ല നമ്മുടെ അന്നത്തെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോളേജിൽ ഈ പെൺകുട്ടി പോകുമ്പോ പോലും ഫ്രണ്ട്സിനോടൊപ്പം സംസാരിക്കാൻ പോലും അവൻ ഉണ്ടായിരുന്നില്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളോടൊപ്പം തന്റെ മകളെ വിവാഹം കഴിപ്പിക്കാൻ സ്ത്രീയുടെ സ്വാതന്ത്ര്യം ശ്രദ്ധിക്കപ്പെടുകയല്ല വിവാഹത്തിലൂടെ. സാധാരണഗതി നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ക്രൈം ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ജയിലിൽ പിടിച്ചിടുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഇവിടെ കവർന്നെടുക്കുന്നത്. അതിന് സമാനമായ അന്തരീക്ഷമാണ് ഈ വിവാഹത്തിലൂടെ പല സ്ത്രീകൾക്കും ഉണ്ടാകുന്നത്. അതിലൊരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്ന വിവാഹത്തെ യഥാർത്ഥത്തിൽ ജയിൽ പോലെ തന്നെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ഏകാന്ത തടവോ അല്ലെങ്കിൽ ഏതെങ്കിലും തടവിനോട് തന്നെ ഉപമിക്കേണ്ടി വരും അത്തരം സ്വാതന്ത്ര്യത്തെ. ആ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്ന ഒരാളോടൊപ്പം തന്റെ മകളെ അയക്കുന്നു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഗുരുതരമായ പരാമർശം, വിവാഹ ദിവസം പോലും മദ്യപിച്ചിട്ടാണ് മാല ഇട്ടത് എന്നാണ്. വിവാഹ ദിവസം ഒരാളെ നന്നാക്കാൻ അദ്ദേഹം എഫോർട്ട് എടുത്തു എന്ന് ഒരു ചോദ്യകർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ നന്നാക്കാൻ ശ്രമം ചെയ്തിരുന്നോ എന്ന്.
ഒരു മരുമകനെ നന്നാക്കേണ്ടത് അമ്മായിയപ്പന്റെ ഉത്തരവാദിത്വമാണ്. ഒരു അച്ഛനും അമ്മയും വളർത്തി ഈ രീതിയിലാക്കി അവർക്ക് പോലും നിയന്ത്രിക്കാൻ വയ്യാത്ത രീതിയിൽ വരുന്ന ഒരു മകനെ അമ്മായി അച്ഛൻ നിയന്ത്രിച്ചോ, അമ്മായി അച്ഛൻ നന്നാക്കിയോ എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനത്തെ ചോദ്യം കേട്ട സത്യത്തിൽ എനിക്ക് പുച്ഛം തോന്നും. ഈ പുരുഷന്മാരെ നന്നാക്കൽ സ്ത്രീകളുടെ കുടുംബത്തിന്റെയും വിവാഹം കഴിക്കുന്ന സ്ത്രീയുടെയും ഒരു ആവശ്യമാണോ, അല്ലെങ്കിൽ അതാണോ സ്ത്രീയുടെ കടമ, അല്ലെങ്കിൽ അതിനെയാണോ വിവാഹം കഴിക്കുന്നത്? എനിക്കൊരു മകനാണുള്ളത്. എന്റെ മകൻ നാളെ കല്യാണം കഴിക്കുന്ന ഒരു കൾച്ചറിലേക്ക് വളർന്നു കയറാൻ പറ്റുന്ന സാഹചര്യമാണോ എന്നൊന്നും അറിയില്ല. കാരണം 2 വയസ്സേ ഉള്ളൂ. ഒരു കുറഞ്ഞതൊരു നമുക്കൊരു 28 വയസ്സിൽ കല്യാണം എന്ന് വിചാരിച്ചാൽ ഇനിയും കിടക്കുന്നു 26 കൊല്ലത്തോളം. ആ സമയത്ത് ഈ കല്യാണം എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഉണ്ടാവില്ല. രാവിലെ ചിലപ്പം ഒരു പെങ്കൊച്ചിനെ കൊണ്ട് വരുമായിരിക്കും. അമ്മ ഷീസ് മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറയും. രണ്ടുപേരും കൂടെ നമ്മൾ ആ കൊച്ചിന്റെ മുഖം കാണുന്നതിന് മുമ്പ് രണ്ടുപേരും പെരക്കകത്ത് കയറി പോവായിരിക്കും. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാനും ഹസ്ബൻഡും ബ്രേക്ക്ഫാസ്റ്റ്, അപ്പം നമ്മൾ വയസ്സായിട്ടുണ്ടാവും, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞ് ആ പെങ്കൊച്ചി പെട്ടിയും കിടക്കയും തൂക്കി പോണതും കാണുമായിരിക്കും. ഇത്രയൊക്കെ ഇനിയുള്ള നാളുകളിൽ ഉണ്ടാവുള്ളൂ. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ശരി, എന്റെ മകനെ ഇന്ന് ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഗർഭം ധരിച്ച് എത്ര പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് പ്രസവിച്ച് ഒറ്റയ്ക്ക് വളർത്തി, ഒറ്റയ്ക്ക് മീൻസ് നമ്മുടെ പണ്ടത്തെ ജോയിന്റ് ഫാമിലി പോലെ അല്ല, ഇന്നെല്ലാം ന്യൂക്ലിയർ ഫാമിലീസ് ആണ്. ഹസ്ബൻഡ് ജോലിക്ക് പോയാൽ ഹസ്ബൻഡ് ഓഫീസിൽ കൊച്ചിനെയും കൊടുത്ത് വിടാൻ പറ്റില്ല, അമ്മ നമ്മൾ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ നോക്കി വളർത്തി. ചേച്ചിക്ക് തന്നെ അറിയായിരിക്കും, ചിലപ്പോൾ എത്രയോ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വന്നിട്ട് പോലും ഈ 2 കൊല്ലത്തിൽ എന്റെ കുഞ്ഞിന് വേണ്ടി തന്നെ ഞാൻ മാറ്റിവെച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെ വളർത്തി കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ആസ് എ മദർ എനിക്കറിയാലോ എങ്ങനെയാണ്, അല്ലെങ്കിൽ ചേച്ചിക്ക് അറിയാലോ എങ്ങനെയാണ് ഒരു കുട്ടിയെ വളർത്തുന്നത്. അതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടിയെയും അതിന്റെ അമ്മ വളർത്തുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാനിപ്പോ എന്റെ ആൺകുട്ടിയെ ഇടുന്ന കെയറിന്റെ 16 മടങ്ങെങ്കിലും കൂടുതലാണ് ഒരു പെൺകുട്ടിയെ ഒരു അമ്മ വളർത്താൻ വേണ്ടി ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത്. ഒരു അച്ഛൻ അവൾക്ക് വേണ്ടി സ്വപ്നം കാണുന്നത് ഒരു ആൺകുട്ടിയുടെ അച്ഛൻ സ്വപ്നം കാണുന്നതിന്റെ പിന്നെയും 16 മടങ്ങാണ്. അപ്പൊ അങ്ങനെ വളർത്തിയ ഒരു കുട്ടിയെ എന്റെ മകനെ നന്നാക്കാനുള്ള ഒരു ടൂളാക്കി മാറ്റാൻ ഞാനെന്ന അമ്മയ്ക്ക് എങ്ങനെയാണ് കഴിയുന്നത്? എന്റെ കുട്ടിയെ ഞാൻ ഇങ്ങനെയാണ് പൊതുവെ പല സ്ഥലങ്ങളിലും മകൻ നന്നാകുമെന്ന് വിചാരിച്ച് വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ചില അമ്മമാരെ ഞാൻ കാണാറുണ്ട്. അപ്പൊ തന്നെ ഞാൻ ചോദിക്കും, അപ്പൊ അമ്മ ഇത്രയും കാലം വളർത്തിയിട്ട് നന്നാവാത്ത മോനെയാണോ ഒരു സുപ്രഭാതത്തിൽ കാണുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് നന്നാക്കിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ സാധാരണഗതി ചോദിക്കാറുണ്ട്. അപ്പോ ഈ ഒരു കൺസെപ്റ്റ് തന്നെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ മാതാപിതാക്കൾ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ സ്ത്രീകളാണ് പുരുഷന്മാരെ നന്നാക്കിക്കോളും എന്നുള്ള ധാരണ തന്നെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അതിനെന്തിനാണ് ഈ വിവാഹം എന്ന് പറയുന്നത് എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. കാരണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുന്നത് ആ സ്ത്രീയുടെ കരിയറിനെയും ആ സ്ത്രീയുടെ ജീവിത സാഹചര്യങ്ങളെയും അവളുടെ സ്വാതന്ത്ര്യത്തെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് തിരിച്ചും ഇപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ജേർണലിസ്റ്റ് ആണ്. അതുപോലെ എന്റെ ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു അത്യാവശ്യം നല്ലൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇവർക്ക് രണ്ടുപേർക്കും യാത്രകളുള്ള ആൾക്കാരാണ്. പല സ്ഥലങ്ങളിൽ യാത്രകൾ ചെയ്യേണ്ട ആൾക്കാരാണ്. ഈ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് റെസ്ട്രിക്ഷൻസ് വെക്കാൻ പറ്റില്ല. ഇനി ഇതേ പ്രൊഫഷൻ ആണ് നമ്മളെങ്കിൽ നമുക്കും ഇതേ യാത്രകൾ വരില്ലേ? അതെ, തീർച്ചയായും നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് യാത്രകൾ പോകേണ്ടി വരും. അപ്പൊ അത് പറ്റില്ല. നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, ഞങ്ങൾ പോയി എല്ലാം സമ്പാദിച്ചുകൊണ്ട് വരാം എന്ന് പറയുന്നതിൽ സമ്പാദ്യം മാത്രമല്ലല്ലോ, നമുക്ക് നമ്മുടെ ഡ്രീംസ് ഉണ്ട്, നമ്മുടെ പ്രൊഫഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഒരു ബ്രാൻഡ് നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചായ പോലും മര്യാദയ്ക്ക് ഇടാൻ അറിയാത്ത ഒരു ഞാൻ ഇന്നിപ്പോ ഈ 8ാം വർഷത്തിലേക്ക് എന്റെ കമ്പനി കടക്കുമ്പോ ഞാൻ അതിലിട്ടൊരു എഫേർട്ട് ഉണ്ട്. അത് നാളെ രാവിലെ മടക്കി കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. ഇപ്പൊ ചേച്ചി ഒരു ജേർണലിസ്റ്റ് ആണെങ്കിൽ ഒരു ജേർണലിസം കഴിഞ്ഞിറങ്ങിയതിന് ശേഷവും ചേച്ചി ഒരുപാട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കുറെ ജേർണൽസ് വായിക്കുന്നുണ്ടാവും, ന്യൂസ് കൃത്യമായി. ഇത് നമ്മുടെ പ്രൊഫഷനെ അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ഇടുന്ന എഫേർട്ടാണ്. അതെല്ലാം ഒടിച്ചു മടക്കി കെട്ടിവെച്ച് ഞാൻ നിങ്ങൾക്ക് ചെലവിന് തരാം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു വിവാഹ ബന്ധമാവില്ല. പരസ്പരം താങ്ങാനും തണലാകാനും ഉള്ളതാണ്. അത് പരസ്പരം എന്ന വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നല്ല, നമുക്കൊന്നിച്ച് ജീവിക്കാം എന്നുള്ളതാണ് വിവാഹത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നത് നമ്മളെന്താ ദത്ത് കൊടുക്കാൻ വെച്ചേക്കുന്നതാണോ? നമ്മളെ അങ്ങനെയാണെങ്കിൽ ദത്ത് കൊടുക്കാൻ വെച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പ്രസവിക്കേണ്ട കാര്യം എന്താ? എന്നാ ശരി, നമുക്ക് നിങ്ങളും പ്രസവിക്കൂ ഞാനും പ്രസവിക്കാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ ഒരു ഫാമിലി ലൈഫിൽ നമ്മൾക്ക് കഴിയുന്ന കാര്യങ്ങൾ നമ്മളും അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ അവരും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അതൊരു നല്ല
ഇപ്പൊ എന്റെ വീട്ടില് എനിക്ക് ഈ പറഞ്ഞ പോലെ ട്രോൾ വീഡിയോസ് ചെയ്യാനും 100,000 സെൽഫി എടുക്കാനും അതായത് എന്റെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് കിട്ടുന്ന നല്ല അനുമോദനങ്ങൾ ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് നേരെ തിരിച്ചാണ്. പുള്ളിയെ കൊണ്ടുവന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ തലേണ മന്ത്രത്തിലെ ശ്രീനിവാസന്റെ അവസ്ഥയാണ് എന്റെ. കാരണം ഇങ്ങനെ ചിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, എങ്കിലേ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ശ്രീനിവാസന്റെ ഫോട്ടോ, പാർവതിയുടെ ഫോട്ടോ, മാംകോയ എടുത്ത പോലത്തെ ഒരു ഫോട്ടോ ആയിരിക്കും ഞങ്ങൾക്ക് മിക്കവാറും കിട്ടുന്നത്. കാരണം ഇങ്ങനെ ചിരിച്ചാന്ന് നോക്കണ്ടേ എനിക്ക്. അതാണ് അവസ്ഥ. കാരണം അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടവുമാണ്. ആ ഇഷ്ടപ്പെടുന്ന എന്നോട് നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എനിക്ക് അത് പറ്റില്ല. തീർച്ചയായും എന്റെ അവസ്ഥ ഇത് തന്നെയാണ്. പക്ഷെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്നെ നിയന്ത്രിക്കാൻ വരില്ല, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അദ്ദേഹത്തെ വിളിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളിയെടുത്ത് പറയാണ് നിങ്ങളും വരൂ എന്റെ കൂടെ ഒന്ന് ഫാമിലി വ്ളോഗ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഞാൻ അയാളെ വലിച്ചഴിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അത് തെറ്റ്, അത് തെറ്റാണ്. അയാളുടെ ഫ്രീഡത്തെ ഞാൻ ബഹുമാനിക്കണം, അയാളുടെ ക്രെഡിബിലിറ്റിയെ ഞാൻ ബഹുമാനിക്കണം, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഞാൻ ബഹുമാനിക്കണം. ഇതുപോലെ തിരിച്ചും നമുക്കൊരു വ്യക്തിത്വമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ അവൻ അധ്വാനിച്ച് വെച്ച വീടാ അത് എന്നല്ലേ പലയിടത്തും നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ വീടുകളിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പൊ ആ സ്ത്രീ ജോലി ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്ത ശമ്പളം കൊണ്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോകും. അതായത് ഇപ്പൊ എന്റെ വീട്ടില് എന്റെ മകൻ സ്കൂളിൽ പഠിക്കുകയാണ്. എന്റെ ഹസ്ബൻഡ് ഫുൾ ടൈം ട്രാവലിംഗ് ഉൾപ്പെടുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് സ്നഗ്ഗി വാങ്ങിക്കാൻ കാശില്ല. ഹലോ ചേട്ടാ, സ്നഗ്ഗി വാങ്ങിക്കാനുള്ള കാശ് തരാമോ എന്ന് ചോദിക്കുന്ന ഒരു സ്ത്രീ അല്ല ഞാൻ. കാരണം എന്റെ കയ്യിൽ വരുമാനമുണ്ട്, ഞാനത് ചെലവാക്കുന്ന ആളാണ്, എന്റെ കുടുംബത്തിലേക്ക് ചെലവാക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഭർത്താവും ചെലവാക്കുന്നുണ്ട്, ഞാനും ചെലവാക്കുന്നുണ്ട്. അതാണ് ഒരു ബന്ധം എന്ന് പറയുന്നത്. പിന്നെ ചില എന്ന് വെച്ചാല് എപ്പോഴും ഈ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ചേച്ചി. അതായത് ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, ഒരു പൊട്ട് വാങ്ങിക്കണമെങ്കിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ. അങ്ങനെ വരുമ്പോ ഇതിൽ വേറൊരു വേർഷൻ ഉള്ള എന്താന്ന് വെച്ചാല്, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകയല്ലേ, അപ്പൊ എനിക്ക് ഇത്ര ചെലവുകളുണ്ട് എന്ന് ഡിമാൻഡ് ചെയ്യുന്ന സ്ത്രീകളും നമുക്കിടയിൽ ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ ജോലിയുടെ ഭാഗമാണ്. ഒരു കുടുംബം നന്നായി പോകണമെങ്കിൽ, ഇനി ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും അതൊരു ജോലി തന്നെയാണ് യഥാർത്ഥത്തിൽ. വീടും അങ്ങനെ ഞാൻ പറഞ്ഞത് അതല്ല, അവരുടെ ആവശ്യങ്ങൾ ഉറപ്പായും അവർ പറയുമ്പോൾ കൊടുക്കണം. പക്ഷേ ഈ ചില ആൾക്കാര് ഡിമാൻഡ് ചെയ്യപ്പെടുമ്പോൾ ആ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഇത് കൊടുക്കാനുള്ള ശേഷിയും കൂടി ഈ പറയുന്ന ഭർത്താവിന് ഉണ്ടാവണം. അതെ അതെ തീർച്ചയായും. ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് ചില കാര്യങ്ങള് ഇപ്പം ചോറ് അരിയില്ല അല്ലെങ്കിൽ പച്ചക്കറി ഇല്ല എന്ന് പറയുമ്പോൾ തരാൻ ഭർത്താക്കന്മാർക്ക് മടിയില്ലാത്തത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. വീട്ടിലിരിക്കുന്ന ഭാര്യമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേസമയം സ്ത്രീകൾക്ക് പൊതുവെ ഒരുങ്ങി നടക്കാനൊക്കെയാണ് ഇഷ്ടം, നല്ല ഡ്രസ്സൊക്കെ ഇടാൻ നല്ല ഇഷ്ടമുണ്ട്. ഇപ്പൊ ഇതറിയാലോ ചേച്ചി, നമ്മളിപ്പോ ഒരിടത്ത് പോയി കഴിഞ്ഞാൽ 1000 രൂപയൊക്കെ ആവും നല്ലൊരു ഉടുപ്പ് വാങ്ങിക്കാൻ. അപ്പോ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് ആ 1000 രൂപയുടെ ഉടുപ്പ് നമുക്ക് അപ്പൊ തന്നെ വാങ്ങിക്കാം. നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ ഈ 1000 രൂപയുടെ ഉടുപ്പ് ചോദിക്കുമ്പോൾ ചിലപ്പം പുള്ളിക്കാരന് അത് തരാനുള്ള നിവർത്തി ഉണ്ടാവില്ല. അപ്പൊ പുള്ളി ചിന്തിക്കുന്ന എന്താണ്, അരിയും പച്ചക്കറിയും പലവ്യഞ്ജനവും വാങ്ങിക്കാനാണെങ്കിൽ ഓക്കെ, ഈ അടിക്കടി എന്തിനാ ഈ ഉടുപ്പ് വാങ്ങിക്കുന്നതെന്നായിരിക്കും അയാൾ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു വഴക്കിന്റെ കാരണമായി മാറിയത്. അതായത് എന്റെ ഭർത്താവിന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാറില്ല. നമ്മൾ ഒരുപാട് പ്രവാസികൾ അങ്ങനെ പറയുന്ന കേട്ടിട്ടില്ലേ, പ്രവാസം മതിയാക്കി വരാം എന്ന് പലപ്പോഴും വിചാരിക്കും, പക്ഷെ വരാൻ കഴിയാത്തത് വീട്ടിൽ നിന്നുള്ള ഇത്തരം കുറെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വരാത്ത. കാരണം ഓവർ ബാധ്യതകൾ ഉള്ളവരാണ് പലരും വരാൻ മടിക്കുന്നതൊക്കെ പല പ്രവാസികളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിനും അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിന്റെ ഒരു പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട് ഇത്തരം ഘടകങ്ങളൊക്കെ. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയും കുറച്ച് സെക്യൂരിറ്റി ഫീലിംഗ് കൊടുത്ത് അല്ലെങ്കിൽ ഇറങ്ങിപ്പോരൂ എന്ന് പറഞ്ഞ് അവരോടൊപ്പം നിന്നിരുന്നെങ്കിൽ ഈ പെൺകുട്ടികളുടെ രണ്ടിന്റെ ജീവിതം രക്ഷപ്പെടുത്താമായിരുന്നില്ലേ? ഈ വിഭജികയുടെ കാര്യം മാറ്റി നിർത്തിയാൽ അതുല്യയുടെ കേസിൽ ഈ രക്ഷിതാക്കൾ പൂർണ്ണമായ ഉത്തരവാദിത്തം കാണിച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, അതിനേക്കാൾ മുകളിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ കല്യാണമേ നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. ഇനി നടന്നുപോയ കല്യാണം അപകടമാണെന്ന് തിരിച്ചറിയുമ്പോൾ കല്യാണം നടത്താൻ പാടില്ലായിരുന്നു, അത് വേറൊരു കാര്യം. അതിനുശേഷം നടന്നുപോയ കല്യാണം അപകടമാണ്. ആദ്യത്തെ ദിവസം തന്നെ മദ്യപിച്ചു. ഒരു ജീവിതത്തിൽ അവനവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഒരു വിവാഹം. ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം പോലും
കള്ളു കുടിക്കുന്ന ഒരാൾ, അയാൾ കള്ളു കുടിച്ചിട്ട് വരുമ്പോൾ അതൊരു നിരന്തര മദ്യപാനിയാണെന്നും ഒരു പ്രശ്നക്കാരനാണെന്നും എന്തുകൊണ്ടാണ് ഇവർ ഐഡന്റിഫൈ ചെയ്യാതിരുന്നത്? അല്ലെങ്കിൽ പിന്നീട് ആ മകളെ തന്നെ വീണ്ടും പല നമ്മൾ ഹിന്ദിക്കാരുടെ ഇടയിലൊക്കെ ഇത് കാണാറുണ്ട്. ഇങ്ങനെ മദ്യപിച്ച് വന്നിട്ടുള്ള പുരുഷന്മാരെ അപ്പൊ തന്നെ സ്ത്രീകൾ പുറത്താക്കുന്ന കണ്ടിട്ടുണ്ട്. ആ കല്യാണം പന്തലിൽ തന്നെ കല്യാണം അവസാനിപ്പിച്ച ചില കാര്യങ്ങൾ നമ്മൾ ഹിന്ദി മറ്റേ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് ഇവർ പോകാതിരുന്നത്? ചേച്ചി, അവിടെയാണ് ഈ കല്യാണ ചെലവിൻ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യത്തിന് പ്രസക്തി വരുന്നത്. അതായത് മര്യാദയ്ക്ക് ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ അവരുടെ ആചാരപ്രകാരമുള്ള എവിടെയെങ്കിലും വെച്ച് കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച് നടത്തുന്ന ഒരു കല്യാണമാണ് എങ്കിൽ ഇറങ്ങി ആ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി വരാൻ തോന്നും. ഇത് അങ്ങനെയല്ല ഇന്നത്തെ കല്യാണങ്ങൾ നടക്കുന്നത്. ലക്ഷങ്ങൾ പൊടിച്ചിട്ടാണ്, ചിലപ്പോ കോടികൾ വരെ പൊടിച്ചിട്ടാണ് നടത്തുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് തലേ ദിവസം മെഹന്തിയും മറ്റതും അതും ഇതും എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം ഈ കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങി പോകാൻ അഡ്ജസ്റ്റ് ചെയ്യും മോളെ എന്ന് പറയുന്ന ആൾക്കാരായി. അപ്പൊ അത് ഞാനങ്ങനെ ചെയ്ത കേട്ടോ. ഞാൻ 10 കോടി രൂപ മുടക്കി എന്റെ മകളുടെ വിവാഹം നടത്തിയാലും ഒരു ദിവസം പോലും പറ്റില്ലെങ്കിൽ തുടരുമെന്ന് പറയുന്നത് ചിന്തിക്കുന്ന ഒരാളാണ്. ഒരു സെക്കൻഡ് പോലും ജീവനാണ് വലുത് എന്നുള്ളത്, എന്റെ ജീവിതമല്ല, ജീവിതത്തെക്കാൾ ഉപരി ജീവനോടെ എന്റെ മകൾ തിരിച്ചെത്തുക എന്നുള്ളതാണ്, ജീവനോടെ എന്നും സ്വസ്ഥമായി സമാധാനമായി ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് എന്റെ നിലപാട്. അതിലൊരു ചെയ്യുന്നത് 10 കോടി ചെലവാക്കുമെന്ന് പറഞ്ഞില്ലേ? 10 കോടി ചെലവാക്കണ്ട. അതിൽ 10 കോടി പോയിട്ട് ഒരു 35 ലക്ഷം രൂപ കൊടുത്ത നല്ലൊരു ഫ്ലാറ്റ് കിട്ടും, 2 ബെഡ്റൂമിന്റെ നല്ലൊരു ഫ്ലാറ്റ്. 40 ലക്ഷം, ഒരു 40 ലക്ഷം ചേച്ചി ഇപ്പൊ 10 കോടിയുടെ കണക്ക് പറഞ്ഞുകൊണ്ടാണ്. സ്വർണം വാരി കൊടുക്കുന്നതിനും അപ്പുറം കുട്ടികളെ സ്വയം പര്യാപ്തരാക്കാൻ പഠിപ്പിക്കുക. ഒരു 18 വയസ്സാകുമ്പോൾ കുട്ടികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന, അപ്പോ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ അവരെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക, അവരെ നല്ല സ്വയം ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുക. ഒപ്പം ഒരു വീട്, നമ്മൾ ഈ കൊടുക്കുന്ന സ്വർണത്തിന് പകരം ഒരു വീട് വാങ്ങി ആ പെൺകുട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. നാളെ ഇറങ്ങി വന്നാൽ വേറൊരു സ്ഥലത്തേക്ക് പോകാതെ സ്വന്തം വീട്ടിൽ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ കുറെ സ്വർണവും പാലിയിട്ട് വലിയ രീതിയിൽ കല്യാണവും കഴിച്ച് വിടുന്നതിനുപരി ഇത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 10 കോടി ചെലവാക്കും എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ അങ്ങനെയാണ് ആയിരുന്നെങ്കിൽ കൂടി എന്റെ മകൾക്ക് ഒരു പ്രശ്നം വന്നാൽ എനിക്ക് എന്റെ മകളാണ് വലുത്, പണമല്ല എന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. അവൾ വന്ന് ജോലി ചെയ്ത് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു പെൺകുട്ടി സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വിവാഹം മാത്രമാണ് ഈ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയാൽ ആ സ്ത്രീ ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും മോശക്കാരിയായി എന്ന് ചിന്തിക്കുന്ന സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഒരു പ്രശ്നവുമുണ്ട്. ഒരു വിവാഹമോചനമോ ഒരു പ്രണയമോ ഒന്നുമല്ല ആത്യന്തികമായ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് എന്നുകൂടി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വിവാഹമോചിതരോടോ ചിലപ്പോ ഒക്കെ നമ്മൾ എന്നോടൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്, എന്റെ കൂട്ടുകാരൊക്കെ വിവാഹമോചിതരാണല്ലോ, എന്താണ് അങ്ങനെ ഉണ്ടാകുന്നത്, നിങ്ങൾ ഒരുപോലെ ഒരുമിച്ച് നിൽക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ച സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഈ അച്ഛനും അമ്മയും കൊടുത്തതിനേക്കാൾ സുരക്ഷിതത്വ ബോധവും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും ഒക്കെ പല സ്ത്രീകൾക്കും പരസ്പരം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയ ഒരുപാട് പെൺകുട്ടികൾ ഈ നാട്ടിലുണ്ട്. മാതാപിതാക്കളെക്കാൾ ഏറെ കോൺഫിഡൻസ് നൽകുന്ന സുഹൃത്തുക്കൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ചില സുഹൃത്തുക്കളുടെ സന്തോഷവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുഹൃത്തുക്കളുടെ പിന്തുണയും കൊണ്ടാണ് ഞാനും എന്നെ പോലുള്ള നിരവധി പേരും ഇന്ന് ജീവിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു വിവാഹമോചനം ഒരു മോശപ്പെട്ട കാര്യമാണെന്നോ അങ്ങനെ സംഭവിച്ചു പോയാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണെന്നോ ചിന്തിക്കാതെ ധൈര്യത്തോടെ പെൺകുട്ടികൾ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ തന്റെ ജീവൻ അപകടത്തിലാകുന്ന ഘട്ടമുണ്ടെങ്കിൽ ഇറങ്ങി നടന്ന് തല ഉയർത്തിപ്പിടിച്ച് നടന്നു വരണമെന്നാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ രണ്ടുപേരും കേട്ടോ, പുരുഷന്മാരും ഹാപ്പിലി ഡിവോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സന്തോഷത്തോടുകൂടി നമുക്ക് കഴിയാത്തൊരു സ്ഥലത്തുനിന്ന് സന്തോഷത്തോടെ ഇറങ്ങി വരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം, ബ്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച്. അതിന് ആരങ്ങനെ അല്ല, അത് മുലയൂട്ടാനുള്ള ഒരു ടൂള് മാത്രമല്ലെന്ന് നമ്മൾ സ്ത്രീകൾ വളരെ അഭിമാനത്തോടെ കൊണ്ട് നടക്കുന്ന ഒരു ഓർഗൻ തന്നെയാണ്. നമ്മൾ വളരെ ഭംഗിയായി സാരി ഒക്കെ ഉടുക്കുമ്പോൾ നമ്മുടെ ബ്രസ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ മുലയൂട്ടുന്നു എന്നുള്ളത് പിന്നെ നമ്മളൊരു അമ്മയാകുന്ന അത് അതിന്റെ ഒരു കരുതലായിട്ട് മാത്രം കാണാം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ വളരെ ഇഷ്ടത്തോടെ കൊണ്ട് നടക്കുന്ന ഒരു അഭിമാനമാണ് സ്ത്രീയെ സംബന്ധിച്ച്. പക്ഷെ അവിടെയും ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ എന്റെ സൗന്ദര്യം പോകും, ക്യാൻസർ പടർന്നു പിടിച്ച് ഞാൻ ചത്തുപോട്ടെ എന്ന് വിചാരിച്ച് അതിനെ അവിടെ നിലനിർത്തില്ല, നമ്മൾ അത് എടുത്തു കളയും. അവിടെ ആ സമയത്ത് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു 50% സ്ത്രീകൾ എന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ, നമ്മൾ ആരും വിഭിന്നരല്ല, പറയാൻ പറ്റുന്ന എന്താന്ന് വെച്ചാല് ഒരു 45 വയസ്സ്, അത് മെനോപാസിന് മുന്നേ യൂട്രസ് റിമൂവ് ചെയ്ത് കളയുന്ന ഒരുപാട് സ്ത്രീകളുടെ എണ്ണം ഇപ്പൊ കൂടിയിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് കുറെ കാര്യങ്ങളാണ് യൂട്രസ് റിമൂവ്
ചെയ്യണോ അതെ വേണ്ടയോ എന്ന് നിൽക്കുന്ന ആൾക്കാരുമാണ്. പക്ഷെ അവിടെയും കുമിളകുമിളകളായി ഫൈബ്രോയിഡ്സ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ അതൊരു ക്യാൻസറസ് ആയിട്ട് മാറാൻ ഒരു സാധ്യത കാണുന്നു എന്ന് സാധ്യതയുണ്ട്. ഡോക്ടർ പറയുന്ന ആ സെക്കൻഡ് സമയം നമ്മൾ അപ്പൊ പറയുന്നത് എന്താണ്, ഡോക്ടറെ എപ്പോ സർജറി നടത്താമെന്നാണ്. അതെ കാരണം നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. അതെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പുരുഷന്മാർക്ക് കാര്യം തന്നെയാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലെയുള്ള ക്യാൻസറുകൾ വരുന്ന ആണുങ്ങളിൽ അവരും ഇത് തന്നെ റിമൂവ് ചെയ്ത് കളയാണ് ഇല്ലേ ചെയ്യുന്നത്. അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ ലൈംഗികതയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല പ്രസക്തിയായിട്ട് വരുന്നത്, സ്വന്തം ജീവൻ തന്നെയാണ്. അതേ ജീവൻ തന്നെയാണ് അല്ലെങ്കിൽ അതേ അവസ്ഥ തന്നെയാണ് ഇത്തരം നമ്മുടെ ജീവിതവും എടുക്കുന്ന ബന്ധങ്ങളിലും തരത്തിലുള്ള വിവാഹ ബന്ധങ്ങളിലും നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ. പലരോട് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? എന്റെ മകൾ അനുഭവിക്കുന്നത് എനിക്ക് അറിയൂ. അവളെ നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടം എനിക്ക് മാത്രമാണ്. അപ്പൊ തീരുമാനം എന്റേതാണ്. അല്ല തീർച്ചയായും വേറൊരാളിനെ സംബന്ധിച്ച് അവർക്ക് അഭിപ്രായം പറയാം. എന്റെ കുട്ടിയെ കുറിച്ച് ഞാൻ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലക്ഷ്മിയുടെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതല്ല, വേണ്ട ശ്രീലക്ഷ്മി, നമ്മുടെ കൊച്ചിനെ ഇങ്ങനെ കൊല്ലാൻ കൊടുക്കണ്ട, മതി നിർത്തിക്കോ എന്ന് പറയുന്ന നല്ല സുഹൃത്തുക്കളുണ്ട്. ചേച്ചി നേരത്തെ ഈ പറഞ്ഞ അതെ പോലെ. അതെ ഇതിൽ ചില ആൾക്കാര് പറയും എന്റെ വീട്ടിൽ സംഭവിച്ചാൽ ഞാനിത് അപ്പൊ തന്നെ വേണ്ടാന്ന് വെക്കും, പക്ഷെ നിന്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ കുറച്ചും കൂടി ഓർത്തുകൂടെ? അതെ അതെ അതിനും യാതൊരു പ്രസക്തിയില്ല. എന്ത് കാര്യമാണെങ്കിലും ഏത് ബന്ധമാണെങ്കിലും തുടർന്നു പോകാൻ കഴിയില്ല എന്ന് തോന്നിയാൽ അവിടെ നിർത്തുക തന്നെ വേണം. അത് തീർച്ചയായും അതെ. എൻഗേജ്മെന്റ് കഴിയുമ്പോഴായിക്കോട്ടെ, കല്യാണം കഴിഞ്ഞ് കല്യാണം അവർക്ക് കഴിയുമ്പോഴായിക്കോട്ടെ, ദിവസം, അതെ കുട്ടി ഉണ്ടെങ്കിലും ഇതിന്റെ ഒന്നും അത് ഇടയ്ക്ക് പ്രശ്നമല്ല. കാരണം തിരിച്ചു വരുമ്പോ ഇപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടാവുന്നത്, കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാൻ വൈകിയാൽ അത് പെണ്ണിന്റെ മാത്രം കുറ്റം. ആ. ഇവിടെ വിവാഹം ഈ പെൺകുട്ടിക്ക് പെൺകുട്ടി ഉണ്ടായതും വലിയ പ്രശ്നമായിരുന്നു. പുരുഷ ഹോർമോണുകളും പുരുഷന്റെ ബീജവുമാണ് യഥാർത്ഥത്തിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തീരുമാനിക്കുന്നത്. അത്ര പോലും ഇത്രയും വളർന്നിട്ടും ഇത്ര HR മാനേജറാണ് 2.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്നൊക്കെ ഇന്നലെ അയാൾ പറയുന്നത് കേട്ടു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന പെൺകുട്ടി ഉണ്ടായത് ഒരു സ്ത്രീയുടെ കുറ്റമാണെന്ന രീതിയിൽ അയാൾ വ്യാഖ്യാനിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് യഥാർത്ഥത്തിൽ ഈ വിവാഹ ബന്ധത്തിൽ എന്ത് പ്രശ്നം വന്നായിക്കോട്ടെ, എന്ത് പ്രശ്നം വന്നാലും അത് സ്ത്രീയുടെ സ്ത്രീയുടെ മാത്രം കുറ്റം. മാത്രം പ്രശ്നമാണ്. അതില് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ഇപ്പം ഭയങ്കര ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരു ആളാണല്ലോ, ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരാളാണ് രേണു സുധി. രേണു സുധിയുടെ കേസും ഇതുപോലെ തന്നെ. മറ്റേ അവരുടെ ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു ഈ കുട്ടിയെ കൂടെ 3 കൂട്ടി 3ാമത്തെ കല്യാണം. ഈ 3 കല്യാണം കഴിച്ച അയാളെ ആരും ബ്ലെയിം ചെയ്യുന്നില്ല. ഇതിന് പണ്ട് അതെ ഈ സുധിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പണ്ടൊരു വിവാഹ ബന്ധം ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആൾക്കാരും അതിന്റെ പിന്നാലെ പോവാണ്. പക്ഷെ അവിടെ ഒരു അതെ ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ പെൺകുട്ടി ഇങ്ങനെ എന്നെ ആരും താലി കെട്ടിയിട്ടില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഈ ആയിട്ട് പറയുന്നതിൽ നിന്നും വർത്താനം ആ പറഞ്ഞു. അതാണ്. അതെ അപ്പൊ അത് വരുമ്പോ ഇത്രേ പറഞ്ഞാൽ മതി, ഞാൻ ആദ്യം ഒന്ന് വിവാഹിതയായതാണ്, വർക്കൗട്ട് ആയില്ല, ഡിവോഴ്സ് ആയി, കഴിഞ്ഞു, ഞാൻ വേറെ കെട്ടി, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ആർക്കാണ് 5ഉം 6ഉം 7ഉം കെട്ടി അല്ലെങ്കിൽ 10 കെട്ടി 20 കെട്ടി എന്നുള്ളതിൽ ആർക്കാണ് നമ്മൾ കപ്പം കൊടുക്കേണ്ടത്? അതെ അതെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. എല്ലാ ബന്ധങ്ങളും കല്യാണം കഴിയണമെന്ന് ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെന്ന് ഇല്ല, നമുക്ക് പറയുന്നത് അറിയാത്ത ഒരാളെയാണ് എന്റർലി ഡിഫറെന്റ് ആയി നമുക്ക് അറിയാത്ത പരിചയമില്ലാത്ത ഒരാളെ ആയിരിക്കും വിവാഹം കഴിക്കുക. ചിലപ്പോ പരിചയമുള്ള ആളാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൂരയ്ക്ക് കീഴിൽ വരുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാവുക. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാവുന്നതല്ല. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉള്ളവർ ദയവ് ചെയ്ത് ജീവൻ അവസാനിപ്പിക്കാതെ ജീവനുമായി ഈ ജീവിതം കളഞ്ഞിട്ട് മുമ്പോട്ട് വരണം, ജീവിച്ചു പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും എനിക്ക് ഇനി ഒരുപാട് വിഷയങ്ങൾ. എനിക്ക് അതിൽ ചെറിയൊരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ, വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ പെൺകുട്ടികൾക്കും കഴിയുമെങ്കിൽ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ കൂടെ കൊടുക്കണം എന്നുള്ളത് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നല്ലത്. അതിപ്പോ തീർച്ചയായും അതെ, ഇന്നതൊന്നൊന്നുമില്ല. തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടില് നമ്മൾ ഒരിക്കലും ഒരു പ്ലംബർ സ്ത്രീയെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പ്ലംബർ സ്ത്രീ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഒരു പ്ലംബർ ഇലക്ട്രീഷ്യൻ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഒരു പ്ലംബർ മെക്കാനിക് ഇല്ലാത്തത്? അല്ലെ? അപ്പൊ അതെ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമ്മൾ ഒരു ബന്ധത്തിൽ നിന്ന് കുറെ നാളുകൾ, ഇപ്പൊ നഴ്സിംഗ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടാൽ പോലും ചിലപ്പോൾ കുറെ നാളത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പും കൊണ്ട് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എടുക്കണം എന്നില്ല ജോലിക്ക്. എന്തുകൊണ്ട് അതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്രയും ഗ്യാപ്പ് ഉണ്ടായി? അതാണ് ആ ട്രെയിനിൽ ഏറ്റുമാനൂർ മരിച്ച ആ ചേച്ചിയുടെ കേസിൽ സംഭവിച്ചത്. അവർക്ക് അതെ ഗ്യാപ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ജോലി കിട്ടിയില്ല. അപ്പൊ ഒരു കൈത്തൊഴിലാണുണ്ടെങ്കിൽ കൈത്തൊഴിലിന് ഒരു ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല. തീർച്ചയായും അതെ. ഇത്തരത്തിലുള്ള ഒരു ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഇനിയും ഉണ്ടാകണം. കാരണം ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് ഗൗരവപരമായി ഇനി ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാത്തത്ര വിഷയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരം ചർച്ചകൾക്ക് കൂടുതൽ വഴിമരുന്നുണ്ടാവും. കാരണം നമ്മളെ കേൾക്കുന്ന ഒരാളെങ്കിലും അവരുടെ ജീവൻ നിലനിർത്താൻ അവർക്ക് നമ്മുടെ ഈ
നമ്മൾ പറയുന്നത് കാരണമായെങ്കിൽ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർ ഇനിയും വീണ്ടും വീണ്ടും അടുത്ത ചർച്ചയും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അടുത്ത ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി നമ്മൾ മുമ്പോട്ട് വരുന്നതായിരിക്കും. നന്ദി ശ്രീലക്ഷ്മി.